നന്ദിയുള്ള അടിമ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. സത്യവിശ്വാസികളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഈ മാനികമായ ഗുണമാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളത്. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് നമുക്ക് എത്രത്തോളം അനുഗ്രഹങ്ങൾ റബ്ബ് തന്നിട്ടുണ്ടോ എന്നുള്ളൊരു തിരിച്ചറിവ്. ആ തിരിച്ചറിവില്ല എങ്കിൽ നാം എന്നും പരാതിയും പരിഭവത്തിലുമായിരിക്കും. നമുക്കൊന്നും ലഭിച്ചിട്ടില്ല, നാം എപ്പോഴും പ്രയാസത്തിലാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നാം നന്ദി കാണിക്കുന്ന മനുഷ്യനായി മാറണമെങ്കിൽ നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്, ആ തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ നമ്മളെക്കാളും താഴ്ന്നവരിലേക്ക് നോക്കിയാൽ ഒരു വിശ്വാസിക്ക് അത് മനസ്സിലാകാൻ സാധിക്കും. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ഇതെല്ലാം കനിഞ്ഞേകിയ സൃഷ്ടാവിനെ ഓർക്കലും അവന് നന്ദി കാണിക്കലും ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആകയാൽ എന്നെ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ ഞാനും ഓർക്കുന്നതാണ്. എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക, നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുതെന്നാണ് സൂറത്തുൽ ബഖറയിലെ 152-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നാം എങ്ങനെ നന്ദി കാണിക്കും? ആദ്യമായി നമ്മുടെ ഹൃദയം കൊണ്ട് ആ അനുഗ്രഹത്തെ അംഗീകരിക്കുക എന്നാണ് വേണ്ടത്. പിന്നീട് നാവിലൂടെ അനുഗ്രഹത്തിൻ്റെ പേരിൽ അള്ളാഹുവിനെ വാഴ്ത്തുകയും ചെയ്യണം. നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക എന്നാണ് 93-ാമത്തെ അധ്യായത്തിൽ 11-ാം വചനത്തിൽ പറയുന്നത്. അനുഗ്രഹദാതാവായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുകയാണ് അവസാനം വേണ്ടത്. ആർക്കെങ്കിലും തൻ്റെ കഴിവും മിടുക്കും ബുദ്ധിസാമർഥ്യവും കൊണ്ടാണ് അനുഗ്രഹം കിട്ടിയതെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ തോന്നലുണ്ടായാൽ അവന് അള്ളാഹുവിന് നന്ദി കാണിച്ചവനായിട്ടില്ല എന്ന് മനസ്സിലാവും. സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്യാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ സന്തോഷത്തെ നിങ്ങൾ അള്ളാഹുവിനുള്ള നന്ദിയും ദുഃഖത്തെ അവന് വേണ്ടിയുള്ള ക്ഷമയുമാക്കി തീർക്കുകയാണ് വേണ്ടത്. ഏതൊരു കാര്യത്തിലെന്ന പോലെ ഇക്കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉത്തമ മാതൃകയുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ചു തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് റബ്ബിനോട് അടങ്ങാത്ത സ്നേഹം വെച്ചു പുലർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുമായിരുന്നു. അതുപോലെ അവിടെ നിന്ന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തു പറയുമായിരുന്നു. തൻ്റെ അവയവങ്ങൾ കൊണ്ട് എങ്ങനെയൊക്കെ നന്ദി കാണിക്കാൻ പറ്റുമോ അതെല്ലാം അവിടുന്ന് ചെയ്തിരുന്നു. തൻ്റെ കാലുകളിൽ നീര് വരുമാറ് രാത്രി നിന്നുകൊണ്ട് അവിടുന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാവേണ്ടേ ആയിഷ എന്നായിരുന്നു പ്രവാചകൻ്റെ മറുപടി. ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കും. അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന പക്ഷം അവൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നന്ദി ചെയ്തതിനെ മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യും. നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണെന്ന് 3-ാമത്തെ വചനത്തിൽ 3-ാമത്തെ അധ്യായത്തിലെ 144-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും നല്ലൊരു അടിമയായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന നല്ലൊരു അടിമയായി ജീവിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.